ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലേക്കേജ് വ്ളോഗ്. എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇത് വൃശ്ചികത്തിന് മുമ്പ് എടുത്ത എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എഡിറ്റ് ചെയ്യാനായിട്ട് നേരം വൈകിയതാണ്. ഞാൻ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ചു, സിറ്റ് ഔട്ടിൽ അവിടെയൊക്കെ ആയിട്ട് അടിച്ചു വാരി തുടക്കുകയൊക്കെ കഴിഞ്ഞു കേട്ടോ. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു വ്ളോഗ് രാവിലത്തെ. പിന്നെ ഞാൻ ചോറിനൊക്കെ വെള്ളം വെച്ചു, അതിനിടയ്ക്ക് ചായ ഉണ്ടാക്കി. കട്ടൻ എനിക്ക് നിർബന്ധമാണ് കേട്ടോ. രാവിലെ ആയാലും ഒരു ഗ്ലാസ് കട്ടൻ ഞാൻ ലൈറ്റായിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടൊന്ന് കുടിക്കും. ഒരു 5-10 മിനിറ്റ് അങ്ങനെ ഇരിക്കും സോഫയിൽ, അവിടെ ഡൈനിങ് ഹാളിൽ സോഫയിൽ വന്നിരിക്കും. അതിനിടയിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു തുണികളൊക്കെ. അപ്പോൾ അതൊക്കെ വാഷിംഗ് മെഷീൻ്റെ പണി കഴിഞ്ഞപ്പോൾ ഞാനതൊക്കെ എടുത്ത് ആറിയിട്ട് പുറത്ത്. പിന്നെ ചോറിന് വെള്ളമൊക്കെ തിളച്ചു. അപ്പോൾ ഞാൻ അരി കഴുകി അതിലേക്ക് ഇടുവാണ്. ഒരു 3-4 പ്രാവശ്യം ഞാൻ കഴുകും കേട്ടോ. അതിനുശേഷം ചൂടുവെള്ളത്തിൽ, ആ ഒരു തിളച്ച വെള്ളത്തിൽ ഞാൻ കഴുകിയിട്ടാണ് അരി ഇടുക. അപ്പോൾ ഇത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലെ ഹാഫ് ഓഫ് മൈ ഡേ ആണെന്ന് പറയാം. അങ്ങനെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാറാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 3/4 മണിക്കൂർ കൊണ്ട് ആയിട്ട് കിട്ടും. പിന്നെ ഞാനിതാ പത്തിരിക്ക് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയിട്ട് കുഴയ്ക്കാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ തക്കാളിക്കറിയാണ് കേട്ടോ. പത്തിരിയും തക്കാളിക്കറിയും മോന് നല്ല ഇഷ്ടമാണ്. അപ്പം തക്കാളിക്കറിയാണ്. അതിൽ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് വാട്ടില്ലേ, അങ്ങനെ എടുത്താൽ നല്ല ടേസ്റ്റാണ് പത്തിരിക്ക് കൂട്ടാനായിട്ട്. പിന്നെ ഇത് വെളിച്ചെണ്ണയുടെ കവറാണ് കേട്ടോ. ഞാൻ ഇതിലാണ് കുഴയ്ക്കാറുള്ളത്. അപ്പോൾ പത്തിരി ഞാൻ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ കുഴയ്ക്കാറുള്ളത്. എനിക്ക് പ്രസ്സിലൊന്നും ശരിയാവത്തില്ല. എനിക്ക് കൈ കൊണ്ട് തന്നെ കുഴച്ചാലേ ശരിയാവത്തുള്ളൂ. പിന്നെ കൈ കൊണ്ടാണെങ്കിൽ എനിക്ക് കട്ടിയിൽ ഉണ്ടാക്കാനും അറിയാം. അതുപോലെ ഭയങ്കര നേർമയിലാണെങ്കിലും എനിക്ക് ശരിയാവും. എന്നോട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഞാൻ എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഹാഫ് ഓഫ് മൈ ഡേ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. ഒന്നാമത് നേരം ഉണ്ടാവാറില്ല ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനൊന്നും. മോൻ്റെ രാവിലത്തെ പോക്കുമൊക്കെ ആയിട്ട് ഓരോരോ തിരക്കിലായിരിക്കും. അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനായിട്ട് ഇത്രയും നീണ്ടുപോയത്. അപ്പോൾ ഇതാ ഞാൻ പത്തിരിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദാ പത്തിരി പരിപാടി കഴിഞ്ഞു. അടുത്തതായിട്ട് തക്കാളിക്കറി ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ തക്കാളിക്കറിക്ക് ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. എന്നിട്ട് കടുകും മുളകും ഒക്കെ നമ്മൾ വെളിച്ചെണ്ണയിൽ പൊട്ടിച്ചതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. തക്കാളി അതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളം ചേർക്കാതെ വേണം അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും പത്തിരിക്ക് തക്കാളിക്കറി കേട്ടോ. എൻ്റെ മോനും ഹസിനും എനിക്കൊക്കെ ഇഷ്ടമുള്ളതാണ് തക്കാളിക്കറി എന്ന് പറയുന്നത് പത്തിരിക്ക്. പിന്നെ രാവിലെ എണീറ്റ പാടുള്ള എൻ്റെ ഒരു കോലം ഇങ്ങനെയാണ്. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഇന്ന് കുറച്ച് ലേറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു പണിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്നുള്ളത്. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, വൃശ്ചികത്തിന് മുമ്പുള്ള എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണിത്. എഡിറ്റ് ചെയ്യാൻ നേരം വൈകിയതാണ്. പിന്നെ ഒരുപാട് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ കാണുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയുന്നത്. പിന്നെ ഞാൻ ഈ തക്കാളിക്കറി ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഇച്ചിരി മല്ലിപ്പൊടി ഇടും, ഒരു ടേസ്റ്റിനും മണത്തിനൊക്കെ ആയിട്ട്. പിന്നെ ഇച്ചിരി കാശ്മീരി ചില്ലിയും ഇടും, ഒരു ജസ്റ്റ് ഒരു കളറിനായിട്ടും. പിന്നെ പച്ചമുളക് ഓൾറെഡി ഇട്ടുന്നത് കൊണ്ട് നല്ല എരിവ് ഉണ്ടാവും. അതുകൊണ്ട് സാധാ മുളക് ഞാൻ അങ്ങനെ ഇടാറില്ല. എരിവ് കൂടണ്ടെന്ന് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇടും. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എൻ്റെ തക്കാളിക്കറി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം.
ഇതെൻ്റെ മോനാണ് കേട്ടോ. രാവിലെ തന്നെ അവൻ ബ്രഷുമായിട്ട് എണീറ്റ് വന്നത് അടുക്കളയിലേക്കാണ്. അമ്മ ബ്രഷ് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇടയ്ക്ക് അവൻ അവൻ്റെ കാര്യങ്ങൾ സ്വയം ചെയ്യും. അതിന് വേണ്ടി ഇടയ്ക്ക് ഞാൻ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഞാൻ അവൻ്റെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ മമ്പയർ ഒന്ന് വേവിച്ചെടുക്കാമെന്ന് കരുതി. കാരണം ഞാൻ തലേന്ന് മറന്നുപോയി വെള്ളത്തിലിടാനായിട്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കാമെന്ന് വെച്ചു. മുളകും അതുപോലെ മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പും ഒക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ പിന്നെ ഒരു 4-5 വിസിൽ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് മത്തനിട്ട് കൊടുക്കാറ്. അതൊരു വിസിൽ വരുത്തിച്ച് കഴിഞ്ഞാൽ തേങ്ങയൊക്കെ അരച്ചിട്ട് അതിൽ കൂട്ടി ഒന്ന് തിളച്ചിട്ട് എടുക്കാറാണ്. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ രണ്ടാമത് എന്നെ തേടി വന്നതാണ് കേട്ടോ എൻ്റെ മോന്. അപ്പോൾ അതാ ബ്രഷ് ചെയ്യാനായിട്ട് പോവുകയാണ്. സുഖമില്ലായിരുന്നു, ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം മേല് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കുളിച്ചില്ല. പിന്നെ അതാ ഫുഡ് കഴിക്കാനിരുന്നു. അതിനുശേഷം അവൻ്റെ കിറ്റൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. കിറ്റിൽ ഞാൻ ബിസ്ക്കറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത് സ്നാക്സിന് കഴിക്കാനായിട്ട്. പിന്നെ എനിക്ക് കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അവനെ സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷമാണ് കഴിച്ചത്. ഇതാ അവൻ്റെ ബാഗും കിറ്റൊക്കെ റെഡിയാക്കി വെച്ചു. ഞാൻ മാറ്റി വന്നു. പിന്നെ ഇതായിരുന്നു എൻ്റെ ഡ്രസ്സ് കേട്ടോ. പിന്നെ അവിടെ തൊട്ടടുത്താണ് സ്കൂള്. പിന്നെ ഞാൻ പോകാൻ നേരത്ത് ഇച്ചിരി മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. രാവിലെ എണീറ്റ പാട് മുഖം കഴുകിയത് പാട് ഞാൻ മോയ്സ്ചറൈസർ ഇടാൻ മറന്നുപോയി. അപ്പം ഞാൻ ഇച്ചിരി മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. വേറൊന്നും ചെയ്തില്ല. ഇച്ചിരി ബേബി പൗഡറും കൂടെ ഇട്ട് കൊടുത്തു. അല്ലാതെ വേറൊന്നും ചെയ്തില്ല കേട്ടോ. മുടി ഒന്ന് കെട്ടി വെച്ച് ഒരു കമ്മലും ഇട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. അപ്പം ഞങ്ങൾ സ്കൂളിൽ പോയി വന്നതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കാനായിട്ട് ഇരുന്നത്. അപ്പം ഞാൻ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ട് ചായ കുടിച്ചതിന് ശേഷം ഞാൻ മത്തനെ അതിൽ ഇട്ടിട്ടുണ്ട്, കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കയ്പ്പ ഉണ്ടായിരുന്നു കിടക്കുന്നത് കേട്ടോ, ഒരു കയ്പ്പ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ഉപ്പേരിയാക്കാമെന്ന്. വെല്ലുള്ളിയൊക്കെ അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കയ്പ്പയ്ക്ക് അതാ ഇങ്ങനെ ചെറിയ വെല്ലുള്ളിയും അതുപോലെ കയ്പ്പയ്ക്കയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് കടുകും മുളകൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഉള്ളി വാട്ടിയതിന് ശേഷം കയ്പ്പ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എനിക്കിഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ഈ ഒരു കയ്പ്പയ്ക്ക്. പിന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഡാർക്ക് ഗ്രീൻ കയ്പ്പയ്ക്ക് ഭയങ്കര കയ്പ്പായിരിക്കും. ഇതൊരു ഒരു തത്തമ്മ പച്ച കളറുള്ളൊരു കയ്പ്പയാണ് കേട്ടോ. ഇത് അത്ര കയ്പ്പുണ്ടാവില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഈ ഒരു കയ്പ്പ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതിനത്ര കയ്പ്പുണ്ടാവില്ല. ഭയങ്കര കയ്പ്പ്, ഭയങ്കര ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ളൊരു കയ്പ്പയുണ്ട് കേട്ടോ, അതിന് ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പം കയ്പ്പ ആയിട്ടുണ്ട്, കയ്പ്പപ്പേരി പെട്ടെന്നായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് കുറച്ച് തേങ്ങ ചിരകി ആക്കാനേ ഉള്ളൂ കേട്ടോ. അതിലേക്ക് തേങ്ങ ചിരകുമ്പോൾ ഞാൻ ഒരു ചെറിയുള്ളി എടുക്കും, അതുപോലെ ഇച്ചിരി ജീരകം കൂടെ എടുത്തിട്ടാണ് അരയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് തിളച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വയ്ക്കുകയാണ്. പിന്നെ ഓവർ കഴുകാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പം തന്നെ എല്ലാം ക്ലീൻ ആക്കിയിട്ടും കഴുകി വെക്കുന്നതുകൊണ്ടൊക്കെ അധികം പണി ഉണ്ടാവാറില്ല. എനിക്ക് അപ്പം കഴുകിയെടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഒന്നായിട്ട് കിടക്കുമ്പം എനിക്ക് ഭയങ്കര മടിയാണ് കഴുകിയെടുക്കാനായിട്ട്. ഞാൻ ചെയ്യുമ്പം ഇങ്ങനെ ക്ലീനാക്കി എടുക്കും. എനിക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ ഇതാ തേങ്ങ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് തുറന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 2-3 മിനിറ്റ് തിളച്ച് വന്നതിന് ശേഷം വാങ്ങി വെക്കുക. എന്നിട്ട് അതിലേക്ക് കടുകും മുളകും ഒക്കെ ഇട്ട് പൊട്ടിച്ച് കൊടുത്താൽ നമ്മുടെ ഉച്ചത്തേക്കുള്ള കറി തയ്യാർ. ഈവനിങ് വ്ലോഗ് ഞാൻ ഓൾറെഡി ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ വ്ലോഗ് എന്ന് പറയാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വ്ലോഗ് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.